വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാർ, മുജാഹിദ് 10ാം സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായുള്ള യൂത്ത് ഇനിഷ്യേറ്റീവിൻ്റെ ഉദ്ഘാടന പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. യഥാർത്ഥത്തിൽ എൻ്റെ ചെറുപ്പം കഴിഞ്ഞിരിക്കുന്നു. എന്നേക്കാൾ ചെറുപ്പമുള്ള എം ഹസൻ സാഹിബ് ഇവിടെയുണ്ട്. അതാണ് എനിക്കൊരു ആശ്വാസവും പ്രതീക്ഷയും. ഞങ്ങളുടെ രണ്ടുപേരുടെയും ചെറുപ്പത്തിൻ്റെ കുറവ് നികത്താൻ വേണ്ടി ഫിറോസ് ഉണ്ട്. അതുകൊണ്ട് ഫിറോസ് ആ കുറവ് നികത്തുമെന്ന് വിചാരിക്കുന്നു. എനിക്കതിയായ സന്തോഷമുണ്ട്. ഇന്ത്യ ഒരു പ്രത്യേക പാതയിലൂടെ കടന്നു പോകുമ്പോൾ അർത്ഥവത്തായിട്ടുള്ള സാഹോദര്യത്തിൻ്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുജാഹിദ് 10ാം സംസ്ഥാന സമ്മേളനം കരിപ്പൂര് നടക്കുമ്പോൾ ഉരുത്തിരിയുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തെ കരിപ്പിടിപ്പിക്കാനുള്ള നിശ്ചയദാർഢ്യവും ആർജവവും ഈ സമ്മേളനം സ്വായത്തമാക്കുമെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഇന്ത്യ കടന്നു പോകുന്ന വഴിത്താരയെക്കുറിച്ച് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഒരു MP എന്ന നിലയ്ക്ക് തലസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ സ്പന്ദനങ്ങൾ ഏറ്റുവാങ്ങുന്ന വ്യക്തി എന്ന നിലയ്ക്ക് സ്വാഭാവികമായും കേരളത്തിൽ നിന്ന് കാണുന്ന കാഴ്ചയല്ല ഇന്ത്യയിലെ കാഴ്ചയെന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കാനുള്ള ഒരവസരമായിട്ടാണ് ഞാൻ ഈ പരിപാടിയെ കാണുന്നത്. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ചർച്ച ഉണ്ടായിരുന്നു. ആ ചർച്ച അയോധ്യയെ മുൻനിർത്തിയുള്ള ചർച്ചയായിരുന്നു. ഒരുപക്ഷെ 75 വർഷത്തെ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു മതപരമായ വിഷയം ഇന്ത്യൻ പാർലമെന്റ് ചർച്ച ചെയ്തത്. നമ്മുടെ ഭരണഘടനാ ശില്പികൾ ഒരിക്കലും വിഭാവനം ചെയ്യാത്ത ഒരു മതപരമായ വിഷയത്തെ മുൻനിർത്തി പാർലമെന്റിന്റെ ഇരുസഭകളും ചർച്ച ചെയ്തപ്പോൾ ഞാൻ പ്രദാനം ചെയ്യുന്ന പാർട്ടി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷത്തെ പല പാർട്ടികളും ആ ചർച്ചയിൽ നിന്ന് വിട്ടുനിന്നു, അല്ലെങ്കിൽ ആ ചർച്ച ബഹിഷ്കരിച്ചു. ഞങ്ങൾക്ക് മുമ്പോട്ട് വെക്കാനുള്ളൊരു കാരണമുണ്ടായിരുന്നു. ഒന്ന്, ഇന്ത്യ എന്നുള്ള രാജ്യം എല്ലാ വിശ്വാസികൾക്കും അവകാശപ്പെട്ട രാജ്യമാണ്. ഭരണഘടന വിഭാവനം ചെയ്യുന്ന ബഹുസ്വരതയും മതനിരപേക്ഷതയും ഉയർത്തിപ്പിടിക്കാനുള്ള ബാധ്യത, പ്രതിബദ്ധത ഇന്ത്യൻ പാർലമെന്റിനും ഇന്ത്യൻ സർക്കാരിനുമുണ്ട്. അതിനേൽക്കുന്ന കനത്ത പ്രഹരത്തോട് ഒരു തരത്തിലും യോജിക്കാൻ കഴിയില്ലെന്നുള്ള ഒരു തിരിച്ചറിവിലാണ് ഞങ്ങൾ പാർലമെന്റിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതിനു മുമ്പ് രാഷ്ട്രപതിയുടെ നന്ദി പ്രമേയത്തിൽ സംസാരിക്കാൻ അവസരം ലഭിച്ചപ്പോൾ ഞാനൊരു കാര്യം അവരെ ഓർമ്മിപ്പിച്ചു. നിങ്ങളുടെ എല്ലാ രാഷ്ട്രീയ വ്യവഹാരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് മതചിഹ്നങ്ങളാണ്. എല്ലാ ദൈവങ്ങളോടും ആദരവ് പുലർത്താനുള്ള സവിശേഷമായ ഒരു സമീപനം ഇന്ത്യക്കാരിൽ എല്ലാവർക്കുമുണ്ട്. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി ഈശ്വരനെയും അള്ളയെയും യേശുദേവനെയും ഒക്കെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇന്ത്യക്കാരെല്ലാം എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന് പ്രഖ്യാപിച്ചു. അന്ന് പാർലമെന്റിൽ നടന്ന ചർച്ചയിൽ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു, നിങ്ങൾ
ഉയർത്തിപ്പിടിക്കുന്ന രാമനല്ല യഥാർത്ഥ രാമൻ. ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാമനുണ്ട്. ആ രാമൻ എന്ന് പറയുന്നാൽ അനുതാപത്തിന്റെയും സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും രാമനാണ്. മഹാത്മാഗാന്ധിയുടെ രാമനാണ്. BJP-ക്കാരുടെ രാമൻ എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്തിയ നാദു റാം എന്നുള്ള റാമാണ്. നിങ്ങളുടെ രാമനും ഞങ്ങളുടെ രാമനും തമ്മിൽ ഒട്ടേറെ അന്തരമുണ്ടെന്ന് ഞങ്ങൾ സൂചിപ്പിച്ചു. ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്നുള്ളത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ താങ്ങി നിർത്തുന്ന നെടുന്തൂണുകൾ കേൾക്കുന്ന ക്ഷതമാണ്. പാർലമെന്ററി ജനാധിപത്യം എന്ന് പറഞ്ഞാൽ പാർലമെന്ററി കാര്യ മന്ത്രിയായിരുന്നു CMM ഹസൻ അല്ലേ? കേരളത്തിലെ പാർലമെന്ററി കാര്യ മന്ത്രിയായിരുന്നു. പാർലമെന്ററി ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവ്, അതായത് സർക്കാർ പാർലമെന്റിനോട് വിധേയപ്പെട്ട് പ്രവർത്തിക്കുക. അതാണ് പാർലമെന്ററി ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിദാനമെന്ന് പറയുന്നത്. അതുപോലെ പാർലമെന്റ് അംഗങ്ങൾ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ളവരായി പ്രവർത്തിക്കും. ആ ഒരു ചെങ്ങല കണ്ണിയിൽ എന്തെങ്കിലും മാറ്റം സംഭവിക്കുമ്പോൾ നമ്മുടെ ഭരണഘടനാ ശില്പികൾ വിഭാവനം ചെയ്ത ആ പാർലമെന്ററി ജനാധിപത്യം നിഷ്പ്രഭമായി പോകും. ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി നരേന്ദ്രമോദിയും മന്ത്രിസഭയും പാർലമെന്റിനോട് വിധേയപ്പെട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് അവർ പോലും പറയില്ല. 17 ലോകസഭയ്ക്ക് തിരശ്ശീല വീണപ്പോൾ പ്രധാനപ്പെട്ട ഒരു വസ്തുത പുറത്തേക്ക് വന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ട് പ്രധാനമന്ത്രി തന്റെ വകുപ്പുകളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിന് പോലും മറുപടി പറഞ്ഞിട്ടില്ല. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി 146 MP-മാരെ കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്തു. സസ്പെൻഷന് വിധേയനായ ഒരു MP കൂടിയാണ്. എന്തായിരുന്നു സസ്പെൻഷനുള്ള കാരണം? പാർലമെന്റിലേക്ക് ഏതാനും പേർ അതിക്രമിച്ച് കടന്നതിനെ കുറിച്ച് പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ പാർലമെന്റിനോട് കാര്യങ്ങൾ വെളിപ്പെടുത്തണം, പ്രസ്താവന നടത്തണം. 2 വരിയെങ്കിലും നിങ്ങൾ പറയണം. രാജ്യത്തിന്റെ സുരക്ഷയെക്കുറിച്ച് എന്നും വീമ്പിളക്കുന്ന നിങ്ങളുടെ കീഴിൽ പാർലമെന്റ് പോലും സുരക്ഷിതമല്ല എന്ന് തെളിയിച്ചുകൊണ്ട് ഏതാനും പേർ നുഴഞ്ഞു കയറിയപ്പോൾ അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് ഈ രാജ്യത്തോട് പറയാനുള്ള ബാധ്യത, പ്രാഥമികമായ കടമ അവർക്കുണ്ട് എന്ന് ഞങ്ങൾ കൃത്യമായി ഓർമ്മിപ്പിച്ചു. എന്നാൽ ധിക്കാരത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും പ്രതലത്തിൽ നിന്നുകൊണ്ട് അത്തരത്തിലുള്ളൊരു പ്രതികരണവും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്ന് ഉറച്ചു നിന്ന് MP-മാരെ കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്തു. അതിനുശേഷം ദോശ ചുട്ടെടുക്കുന്നത് പോലെ യാതൊരു ചർച്ചയും നടത്താതെ നമ്മളെ മാത്രമല്ല വരും തലമുറകളെ കൂടി സ്വാധീനിക്കുന്ന, ബാധിക്കുന്ന നിർണായകമായ ഒട്ടേറെ നിയമങ്ങൾ ചുട്ടെടുത്തു. യാതൊരുവിധ ചർച്ചയോ സംവാദമോ പരിശോധനയോ ഇല്ലാതെ അങ്ങനെ ചുട്ടെടുത്ത നിയമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 ക്രിമിനൽ നിയമങ്ങളുമുണ്ട്. ഇന്ത്യൻ ശിക്ഷാ നിയമവും CRPC-യും എവിഡൻസ് ആക്ടും മാറ്റി നരേന്ദ്രമോദിയുടെ ഇഷ്ടത്തിന് കൊണ്ടുവന്ന സംസ്കൃതത്തിൽ ആലേഖനം ചെയ്ത 3 നിയമങ്ങൾ. ആ 3 നിയമങ്ങളുടെ പേര് ഇവിടെ ഇരിക്കുന്നവർക്ക് പറയാൻ പറ്റും. ഫിറോസ്, ആ നിയമങ്ങളുടെ പേരൊന്ന് പറയാൻ പറ്റുമോ ഫിറോസ്? ബുദ്ധിമുട്ടാണെന്നാ പറയണത്. ഭാരതീയ ന്യായ സംഹിത എന്ന് അത് പറയും, ബാക്കി പറയാൻ പറ്റില്ല. ഞാൻ അസദ് സാഹിബിനോട് ചോദിക്കില്ല. എന്താ കാരണം വെച്ചാൽ മൂപ്പർക്ക് ഈ സംസ്കൃതത്തോട് പണ്ടേ തന്നെ അല്പപ്രതിപത്തി. ശരിയാണ്, മദ്രാസി ഹൈക്കോടതിയിൽ ഒരു ജഡ്ജി പറഞ്ഞു, ഈ നിയമങ്ങൾ കൈകാര്യം ചെയ്യാൻ ഉത്തരവാദപ്പെട്ട ജഡ്ജിയായി എനിക്ക് പോലും ഈ പുതിയ നിയമങ്ങളുടെ പേര് പറയാൻ കഴിയുന്നില്ല.
ഭരണഘടനയുടെ 348 അനുച്ഛേദത്തിൽ കൃത്യമായി പറയുന്നുണ്ട്, ഇന്ത്യ പാസാക്കുന്ന, പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങൾ ഇംഗ്ലീഷിലായിരിക്കണം. ദക്ഷിണേന്ത്യയിലും ഉത്തരേന്ത്യയിലും കിഴക്കേന്ത്യയിലും പശ്ചിമേന്ത്യയിലുമുള്ള എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലുള്ള നിയമങ്ങളായിരിക്കണം കൊണ്ടുവരേണ്ടത്. അതിനു പകരം നിങ്ങളെയും എന്നെയും വരും തലമുറകളെയും സ്വാധീനിക്കുന്ന, ബാധിക്കുന്ന സുപ്രധാനമായ നിയമങ്ങളെ സംസ്കൃതത്തിൽ ആലേഖനം ചെയ്തുകൊണ്ടാണ് ഈ സർക്കാർ ദോശ ചുട്ടെടുക്കുന്നത് പോലെ പാസാക്കി. അയോധ്യയിലെ ശ്രീരാമ ക്ഷേത്രത്തെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഓരോരുത്തർക്കും അവരുടേതായ വിശ്വാസം. പക്ഷെ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ ഈ അമ്പലം പണിതത് എന്ന് പറയുമ്പോൾ അതേ സുപ്രീം കോടതിയുടെ ബെഞ്ച് ആ വിധിന്യായത്തിൽ കുറിച്ച് ഏതാനും വരികൾ കൂടി ഭരണാധികാരികൾ എടുത്ത് പറയണമെന്നാണ് ഞങ്ങൾ പാർലമെന്റിൽ അവരെ ഓർമ്മപ്പെടുത്തിയത്. ബോധപൂർവം കണക്ക് കൂട്ടി ചതിയിലൂടെ ചെയ്ത പള്ളി പൊളിക്കലാണ് എന്ന് ആ അയോധ്യ വിധിന്യായത്തിലില്ലേ? അതേ അയോധ്യ വിധിന്യായത്തിൽ മറ്റൊന്നും കൂടി പറയുന്നു. 991 ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ആരാധനാലയ സംരക്ഷണ നിയമം കണ്ണിലെ കൃഷ്ണമണി പോലെ സർക്കാരുകൾ പാലിക്കണമെന്നുള്ളത് പാലിക്കുന്നുണ്ടോ? 992 ഡിസംബർ 6 ആ ശൈത്യകാലത്ത് ബാബറി മസ്ജിദ് ധൂളികളായി അന്തരീക്ഷത്തിൽ ലയിച്ചപ്പോൾ അത് ഏതാനും വാരയകലെ നിന്ന് നോക്കിക്കാണാനുള്ള ഭാഗ്യമോ നിർഭാഗ്യമോ ലഭിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അന്ന് അയോധ്യയിൽ നിന്ന് ഫൈസാബാദിലേക്ക് പോയി അവിടെയുള്ള ടെലിഗ്രാഫ് ഓഫീസിലെ മേശപ്പുറത്ത് കടലാസിൽ കുറിക്കുമ്പോൾ ഞാൻ എഴുതിയ വരികൾ പോലും എനിക്ക് ഓർമ്മയുണ്ട്. മതനിരപേക്ഷ ഭാരതത്തിന് ചരമക്കുറിപ്പ് എഴുതാൻ വേണ്ടിയായിരുന്നല്ലോ ഞങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകരുടെ പ്രഭാതത്തിലുള്ള അയോധ്യയിലേക്കുള്ള യാത്ര എന്നാണ് അന്ന് ഞാൻ കുറിച്ചത്. ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയം മാറിത്തുടങ്ങിയത് അവിടെയാണ്. ആ മാറ്റത്തിന്റെ ഏറ്റവും സുപ്രധാനമായ ഒരു തലത്തിലാണ് ഇന്ന് ഇന്ത്യ എത്തി നിൽക്കുന്നത്. ഒരു പ്രധാനമന്ത്രി ബഹുസ്വരതയും മതനിരപേക്ഷതയുമുള്ള രാജ്യത്ത് ഒരു മതപുരോഹിതന്റെ വേഷമല്ല കെട്ടേണ്ടത്, പ്രധാനമന്ത്രിയുടെ വേഷമാണ്. ദൈവങ്ങൾക്ക് പ്രാണപ്രതിഷ്ഠ നൽകുന്നതിനേക്കാൾ പ്രധാനമാണ് ഒരു പ്രധാനമന്ത്രി ജനങ്ങൾക്ക് പ്രാണം നൽകുന്നത് എന്ന് വിളിച്ചു പറയാനുള്ള ഒരാർജവം ഇന്ന് പ്രതിപക്ഷത്തെ പല പാർട്ടികളും കാണിക്കുന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ ഇന്നും നമ്മുടെ മുമ്പിലുള്ള പ്രതീക്ഷയുടെ കിരണങ്ങൾ. ഒരുപക്ഷെ മണിപ്പൂരിലേക്ക് പ്രധാനമന്ത്രി പോയി അവിടെ ഒരു പ്രാണപ്രതിഷ്ഠ നടത്തിയിരുന്നെങ്കിൽ ഒരു പൗരൻ എന്ന നിലയിൽ ഞാൻ സന്തോഷവാനാകുമായിരുന്നു. പക്ഷേ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയം ദ്രുതഗതിയിൽ വർഗീയവൽക്കരിക്കപ്പെടും. അയോധ്യയെ മുൻനിർത്തി പാർലമെന്റിൽ പ്രത്യേകമായ ചർച്ച സംഘടിപ്പിക്കുന്നതിന്റെ തലേ ദിവസമാണ് ഉത്തരാഖണ്ഡിൽ ഒരു മദ്രസ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് 6 പേർ മരണപ്പെട്ടത്, കൊല്ലപ്പെട്ടത്. പക്ഷേ ഇന്ത്യയിലെ ഒരു മാധ്യമങ്ങളും അത് ചർച്ച ചെയ്തില്ല. ഇന്ത്യയിലെ മാധ്യമങ്ങൾ നരേന്ദ്രമോദിയുടെ ഒരു ദുഷ്കൃത്യങ്ങളും ചർച്ച ചെയ്യാത്ത കൊണ്ടാണ് മീഡിയയെല്ലാം മോഡിയായി പോയി എന്ന് ഞാൻ പലപ്പോഴും ഓർമ്മിപ്പിക്കുന്നത്. ഒരുപക്ഷെ കേരളത്തിൽ മാത്രമേ ആർക്കെതിരെ എന്തും വിളിച്ചു പറയാൻ തന്റെ ഇടമുള്ള മാധ്യമങ്ങളുള്ളൂ. കേരളം കടന്നാൽ നരേന്ദ്രമോദിക്ക് മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം നടത്തുന്ന മാധ്യമങ്ങളെ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. ഇന്നലെ സുപ്രീം കോടതിയിൽ നിന്ന് വന്ന ഒരു വിധിന്യായത്തിൽ നമുക്കൊക്കെ ആശ്വാസമുണ്ട്. ഇലക്ട്രൽ ബോണ്ട് എന്നുള്ള ഒരു പ്രത്യേക ഓമന പേരിൽ
അജ്ഞാത പ്രഭവ കേന്ദ്രങ്ങളിൽ നിന്ന് കോടാനുകോടി രൂപ സ്വരൂപിച്ച് നമ്മുടെ ജനാധിപത്യ പ്രക്രിയയെ റാഞ്ചുന്ന ഒരു പ്രത്യേക നടപടിയെ സുപ്രീം കോടതി അസ്ഥിരപ്പെടുത്തിയിരിക്കുകയാണ്. പക്ഷെ എന്നോട് പല ചാനലുകളും ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇതുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യം സാർത്ഥകമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP തന്നെ 50,000 കോടി രൂപയോളം തെരഞ്ഞെടുപ്പ് ചെലവുകൾക്കായി ചെലവിട്ടു എന്ന് ADR പോലുള്ള സന്നദ്ധ സംഘടനകൾ പറഞ്ഞു. 5 വർഷം മുമ്പ് 50,000 കോടി രൂപയാണ് ചെലവിട്ടതെങ്കിൽ 2024 തെരഞ്ഞെടുപ്പിൽ എത്ര ആയിരക്കണക്കിന് കോടി രൂപയായിരിക്കാം ചെലവിടാൻ പോകുന്നത്? പേശിബലവും പണാധിപത്യവും നമ്മുടെ ജനാധിപത്യ പ്രക്രിയയെ വിഴുങ്ങുമ്പോൾ എന്താണ് നമ്മുടെ മുമ്പിലുള്ള പോംവഴി? ജനങ്ങളെ പലതട്ടുകളായി തിരിച്ച് അവരെ അടുപ്പിക്കുമ്പോൾ, അവരെ സംഘർഷത്തിലാക്കുമ്പോൾ എന്താണ് ഒരു പോംവഴി? 80% വോട്ട് മാത്രം, 80% പിന്തുണ മാത്രം ഞങ്ങൾക്ക് മതിയെന്ന് ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പറയുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള വഴി എന്താണ്? 20 കോടി വരുന്ന ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പാർലമെന്റിലെ പ്രാതിനിധ്യം എത്രയാണ്? ബ്യൂറോക്രസിയിലെ പ്രാതിനിധ്യം എത്രയാണ്? മാധ്യമങ്ങളിലെ പ്രാതിനിധ്യം എത്രയാണ്? ലോകത്തിലേതെങ്കിലും ഒരു രാജ്യത്ത് ഇതുപോലെ ഒരു ജനത ന്യൂനപക്ഷ വിഭാഗങ്ങൾ തിരസ്കരിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള പ്രസക്തമായ ചോദ്യം കൂടി നമ്മൾ ചോദിക്കണം. ഒരുപക്ഷെ കേരളത്തിലാണ് എല്ലാ ധാരകൾക്കും പ്രാതിനിധ്യമുള്ളത്. കേരളത്തിന് വെളിയിൽ അത്തരത്തിലുള്ളൊരു പ്രാതിനിധ്യം ഇല്ലാതെ പോകുന്നു. ഇന്ത്യയെ അടക്കി ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിൽ ഒരു മുസ്ലിം മന്ത്രി പോലും ഇല്ല എന്നുള്ള ദുഃഖ സത്യം നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ പറയുമ്പോൾ അതെന്തെങ്കിലും വിഭാഗീയത സൃഷ്ടിക്കാൻ വേണ്ടിയല്ല, നിങ്ങളെ ഓർമ്മപ്പെടുത്താനും നമ്മളെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താനും ഇന്ത്യൻ രാഷ്ട്രീയം മുമ്പോട്ട് പോകേണ്ട വഴിത്താര ഇതല്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കൂടിയാണ് ഞാനിത് പറയുന്നത്. നിരവധി പേർ ഇവിടെ സംസാരിക്കാനുണ്ട്. മുജാഹിദ് സംസ്ഥാന സമ്മേളനം സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് ഒരു വെളിപ്പാടകലെ നിൽക്കുമ്പോഴാണ് ഇവിടെ ചേരുന്നത്. അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയും. നമ്മുടെ ഭരണഘടനാ ശില്പികൾ വിഭാവനം ചെയ്ത നമ്മുടെ രാജ്യത്തെ ഒരു ആധുനിക രാജ്യമാക്കാൻ വേണ്ടി മുമ്പോട്ട് വെച്ച ആ മൂല്യങ്ങളെ ചേർത്ത് പിടിക്കാനുള്ള ഒരവസരമാക്കി ഈ സംസ്ഥാന സമ്മേളനം മാറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന ആർജവും നിശ്ചയദാർഢ്യവും അടുത്ത ജനവിധിയെ സ്വാധീനിക്കാൻ തക്ക രീതിയിലേക്ക് വളരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ യൂത്ത് ഇനിഷ്യേറ്റീവ് ഇവിടെ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് പിൻവാങ്ങുന്നു. നന്ദി, നമസ്കാരം.